സമയത്തും നമ്മളുടെ ജീവിത ശൈലികൾ ഇത്തിബാഉ സുന്നയായിരിക്കണോ. വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലണോ, ആ വെള്ളം ഇരുന്നിട്ട് കുടിക്കണോ, ആ കുടിക്കുന്ന വെള്ളത്തിലേക്ക് ശ്രദ്ധിക്കണോ, ആ വെള്ളം ഓരോ മുറുക്ക് വീതം കുടിക്കണോ, ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയണം. ആ വെള്ളം കുടിക്കുന്ന പാത്രത്തിലേക്ക് ഗ്ലാസ്സിലേക്ക് ശ്വാസം വിടാൻ പാടില്ല. ഇങ്ങനെ സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം അങ്ങ് കുടിക്കുമ്പോൾ ഒരുപാട് പ്രതിഫലങ്ങൾ ലഭിക്കുകയാണ്. അതേ കാലിൽ ധരിക്കുന്ന ചെരുപ്പുകൾ ഇരുന്നാണ് ധരിക്കേണ്ടത്. ആദ്യം ധരിക്കേണ്ടത് വലതുകാലിലാണ്. ആ ചെരുപ്പുകൾ ഊരിവെക്കുമ്പോൾ ആദ്യം ഊരിവെക്കേണ്ടത് ഇടതുകാലിലുള്ളതാണ്. ഇങ്ങനെ എന്തെല്ലാം സുന്നത്തുകളുണ്ട്. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് കയറണം. വലത്തെ കാൽ ആദ്യം എടുത്തു വെക്കണം. വീട്ടുകാരോട് സലാം പറയണം. വീട്ടിൽ ആരുമില്ലെങ്കിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് സലാം ചൊല്ലണോ. വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം ഇടത്തെ കാല് മുന്തിക്കണോ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലണോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ദല്ല ഔ അസില്ല ഔ സല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ഈ കാവലിനെ ചോദിക്കുന്ന ആ വാചകങ്ങൾ പറയണോ. ആ ദുആ നടത്തിയിട്ട് ഏത് യാത്ര പോയാലും ആ യാത്രയിൽ അപകടം വരൂല. നിന്നെ മോഷ്ടാവ് വന്ന് മോഷ്ടിക്കൂല. നിന്നെ ഒരു ളാലിമും അതേ ആക്രമിക്കൂല. ഒരാളെ വഞ്ചനയിലും ചതിയിലും നീ പെട്ടുപോകൂല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കുമ്പോൾ ആദ്യം അതേ വലത്തെ ആദ്യം തലയിൽ വെള്ളം ഒഴുക്കണോ. പിന്നെ രണ്ടാമത് വലതുഭാഗത്താണ് വെള്ളം ഒഴുക്കേണ്ടത്. മൂന്നാമതാണ് ഇടതുഭാഗത്ത് വെള്ളം ഒഴുക്കേണ്ടത്. അതേ അവയവങ്ങളിൽ ശരീരത്തിൽ ഏതെല്ലാം ഭാഗങ്ങളിൽ നമ്മുടെ കൈകൾ എത്തുന്നുവോ അവിടെയെല്ലാം തേച്ചു കഴുകല് പ്രത്യേകം സുന്നത്തുണ്ട്. വുളൂഇന്റെ ശേഷമുള്ള ദിക്റില്ലേ ഷഹാദ കലിമയും ദുആഉം, ആ ഷഹാദ കലിമയും ദുആഉം കുളിച്ചു കഴിഞ്ഞാലും സുന്നത്തുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ജീവിത ശൈലികൾ എല്ലാം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യകളെ പിന്തുടർന്നുകൊണ്ടാകണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. അങ്ങനെ തങ്ങളെ തിരുചര്യകൾ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിച്ചാൽ അവർക്ക് നാളെ അർശിന്റെ തണലുണ്ട്. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ വിഭാഗമാരാണ്. വഅക്സറസ് സ്വലാത്ത് അലയ്യ, എന്റെ മേലിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിച്ചവരാണ്. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ നമ്മളുടെ ഈ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു തീർത്തത്, ജീവിതത്തിൽ വല്ല ഇഹ്സാനുകളും ചെയ്യാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. അല്ലാതെ ഇരുന്നാൽ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുമ്പോൾ പ്രയാസപ്പെടുന്നതാണ്. കണ്ടിട്ടില്ലേ ഒരുപാട് സ്വാലിഹീങ്ങൾ മരിക്കുമ്പോ അവരുടെ മുഖം അതാ വെളുക്കുകയാണ്. എപ്പോഴാണ് അവരുടെ മുഖം വെളുക്കുന്നത്? അവരുടെ മുഖത്ത് പുഞ്ചിരി വിടരുന്നത് ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ കാണുമ്പോളാണ്. ചില ആളുകൾ അതാ അവരുടെ മുഖം കറുക്കുന്നു. ജീവിതത്തിൽ ചെയ്ത നെറികേടുകൾ, തിന്മകൾ, തോന്നിവാസങ്ങൾ തൗബ ചെയ്യാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിങ്കലിൽ നിന്ന് പാശ്ചാത്തപിച്ച് പാപം പൊറുപ്പിക്കാൻ അവസരം ഉപയോഗപ്പെടുത്തിയില്ല. റജബുൻ ശഹ്റു തൗബ,
റജബിൽ തൗബ ചെയ്യാൻ അവൻ മനസ്സു കാണിച്ചില്ല. വശഅബാനു ശഹ്റുൽ മഹബ്ബ, ശഅബാനിൽ അല്ലാഹുവിനെയും ഹബീബിനെയും സൽക്കർമ്മങ്ങളെയും മഹബ്ബത്ത് വെക്കാൻ, സാലിഹീങ്ങളെ പ്രിയം വെക്കാൻ അവൻ അവസരം ഉപയോഗിച്ചില്ല. വറമളാനു ശഹ്റുൽ ഖുർബാ, അല്ലാഹുവിന്റെ സാമീപ്യം നേടാൻ, അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ റമളാനു ശരീഫിനെയും ഉപയോഗപ്പെടുത്തിയില്ല. അങ്ങനെയുള്ള ആളുകൾ മരണമാസന്നമാകുന്ന സമയം അല്ലാഹ് അവരുടെ മുഖം കറുക്കുന്നു. അല്ലാഹു നമുക്ക് കാവല് തരട്ടെ. ഖുർആൻ പറയുകയാണ്, യൗമ തബിയല്ലു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്, ചില മുഖങ്ങൾ വെളുക്കുന്ന ദിവസം, ചില മുഖങ്ങൾ കറുക്കുന്ന ദിവസം. ഫഅമ്മല്ലദീന സ്വദ്ദത്ത് വുജൂഹും, മുഖം കറുത്ത ആളുകളോട് പറയപ്പെടുന്നു, അകഫർതും ബഅദ ഈമാനികും ഫദൂഖുൽ അദാബ്, നിങ്ങൾ എങ്ങനെ സത്യം അറിഞ്ഞതിന് ശേഷം, സത്യം ഉൾക്കൊള്ളാൻ അല്ലാഹ് അവസരം നൽകിയതിന് ശേഷം നിങ്ങൾ അതാ സത്യത്തെ നിഷേധിച്ചു പോയി, അതുകൊണ്ട് നിങ്ങൾ ശിക്ഷ അനുഭവിച്ചോളൂ. ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങളെ സത്യത്തെ നിഷേധിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ശിക്ഷ നൽകാൻ കാരണമായിട്ടുണ്ട്. വഅമ്മല്ലദീന ബിയല്ലത്ത് വുജൂഹും ഫഫീ റഹ്മത്തില്ലാഹ്, മുഖം വെളുക്കുന്ന ആളുകൾ അല്ലാഹുവിന്റെ റഹ്മത്തിലാണ്, അവർ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലാണ്, സാലിഹീങ്ങൾക്ക് അല്ലാഹ് ഒരുക്കി വെച്ച ജന്നത്തിലാണ്. ഹും ഫിയാ ഖാലിദൂൻ, അവർ സ്വർഗ്ഗത്തിൽ ശാശ്വതന്മാരാണ്, സദാ ശാശ്വതമായി സ്വർഗ്ഗത്തിൽ താമസിക്കുന്നവരാണ്. സൂറത്തു ആലി ഇംറാനിലെ 106-ാമത്തെ ആയത്താണിത്. ഈ ആയത്ത് പറഞ്ഞുകൊണ്ട് മഹാന്മാര് വിവരിക്കുന്നുണ്ട്, ലില്ലദീന അഹ്സനുൽ ഹുസ്ന, ഇഹ്സാൻ ചെയ്ത് ജീവിതം കഴിച്ചുകൂട്ടിയ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വലിയ വിജയം കൊടുക്കും. അൽ ഹുസ്ന, ദാറുൽ ആഖിറയിൽ അവർക്ക് അല്ലാഹു വലിയ രക്ഷയും സമാധാനവും സന്തോഷങ്ങളും കൊടുക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു ആ ഭാഗ്യവാന്മാരിൽ നമ്മളെയൊക്കെ പെടുത്തി തരട്ടെ. ആ ആയത്തിൽ തൊട്ടടുത്ത വാചകം അല്ലാഹ് പറയുന്നു, വസിയാദാ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ടതാണ്. പരലോകത്ത് അല്ലാഹു തആല രക്ഷ കൊടുക്കും, വിജയം കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള പറയാണ്. എന്നാൽ എത്ര പറഞ്ഞ് തീർക്കാനും കഴിയാത്ത അത്രയും സിയാദത്ത് അല്ലാഹ് കൊടുക്കുന്ന പ്രതിഫലത്തിൽ വർധനവുണ്ട്, അല്ലാഹ് നൽകുന്നുണ്ട് അവർക്ക്. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്, നമുക്ക് പറഞ്ഞു തരികയാണ്. സുഹൈബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്തങ്ങ് ഓതിയിട്ട് ചോദിക്കുകയാണ്, എന്താണ് സിയാദത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ? ഇദാ ദഖല അഹ്ലുൽ ജന്നതി അൽ ജന്ന, സ്വർഗ്ഗക്കാര് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചാൽ, വ അഹ്ലുൻ നാരി അന്നാർ, നരകക്കാര് നരകത്തിൽ പ്രവേശിച്ചാൽ, നാദാ മുനാദിൻ, അവിടെ ഒരാൾ വിളിച്ചു പറയുന്നു, യാ അഹ്ലൽ ജന്ന, ഓ സ്വർഗ്ഗക്കാരെ, ഇന്നലക്കും ഇൻദല്ലാഹി മൗഇദൻ, നിങ്ങൾക്ക് അല്ലാഹുവിങ്കലിൽ ഒരു പ്രത്യേകമായ സ്ഥലമുണ്ട്. യുരീദു അൻ യുൻജിസകുമൂഹു, അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പ്രതിഫലം തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഫയഖൂലൂന, അപ്പോൾ സ്വർഗ്ഗക്കാര് പറയും, വമാ ഹുവ അല്ലാഹ്, ആ സ്ഥലമേതാണ്? ഞങ്ങൾക്ക് പ്രതിഫലം തരുന്ന പ്രത്യേകമായ സ്ഥലമുണ്ടോ? അലം യുസ്ഖിൽ മവാസീനനാ, ഞങ്ങളുടെ തുലാസുകളിൽ അല്ലാഹു നന്മകൾ ചെയ്തത് കാരണം ഭാരം തൂക്കി തന്നിട്ടുണ്ടല്ലോ.
അതേ ഞങ്ങളുടെ മുഖം അല്ലാഹു സുബ്ഹാനഹു വ തആല നൂറുള്ളതാക്കിയിട്ടുണ്ടല്ലോ. ഞങ്ങളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു പ്രവേശിപ്പിച്ചുവല്ലോ. വയുജിർനാ മിനന്നാർ, നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ. ഇനി ഇതൊന്നുമല്ലാത്ത പ്രതിഫലം തരുന്ന ഒരു സ്ഥലം വേറെ ഏതാണ്? അല്ലാഹ് ആ ചോദ്യം അല്ലാഹുവിനോട് സ്വർഗ്ഗക്കാര് ചോദിക്കുമ്പോൾ ലോകത്തിന്റെ നേതാവ്, അതേ സ്വർഗം ഉദ്ഘാടനം ചെയ്തു തരുന്ന നേതാവ്, റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫയുക്ഷഫു ലഹുമുൽ ഹിജാബ്, അവർക്കതാ അവരുടെ മുമ്പിലുള്ള മറ നീക്കപ്പെടുന്നു. ഫയൻളുറൂന ഇലൈഹി ജല്ല വഅലാ, ഖാലിഖായ റാസിഖായ യജമാനനായ ഉടമസ്ഥനായ റബ്ബിനെ അവർ കാണുന്നു. ഫവല്ലാഹി മാ അഅതാഹുമുല്ലാഹു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൽ നളിരി ഇലൈഹി വലാ അഖറ ലിഅയുനിഹിം, അവരുടെ കണ്ണ് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അഴകുള്ള അല്ലാഹ്, അവർ ഇന്നുവരെ സുഖിച്ചിട്ടില്ലാത്തൊരു സുഖം, ആനന്ദം കൊണ്ടിട്ടില്ലാത്ത വലിയൊരു ആനന്ദം റബ്ബിനെ കാണുമ്പോൾ അവർ അനുഭവിക്കുന്നു. പിന്നീട് റബ്ബിനെ കാണുന്നതിനേക്കാൾ ഒരു ഇഷ്ടം വേറെ ഒന്നിലേക്കുമില്ല. അതല്ലേ മഹാന്മാര് പറഞ്ഞത്, ഫമാ മഖ്സൂദുഹും ജന്നാത്തു അദ്നി, അരിഫീങ്ങളായ ഔലിയാക്കളായ അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ ലക്ഷ്യം സ്വർഗമല്ല കേട്ടോ. വലൽ ഹൂറുൽ ഹിസാനു വലൽ ഖിയാമ, ഹൂറുല്ലിങ്ങളല്ല, സ്വർഗത്തിലെ മണിമന്ദിരങ്ങളല്ല, സിവാനളിരിൽ ജലീൽ, അല്ലാഹുവിനെ കാണലാണ് അവരുടെ ലക്ഷ്യം. ഫഹാദാ മഖ്സദുൽ ഖൗമിൽ കിറാം, അല്ലാഹു ആദരിച്ച മഹാന്മാരുടെ ലക്ഷ്യം അതാണ്. സുഹൃത്തുക്കളെ, സ്വർഗം വിവർണക്കും അപ്പുറത്തുള്ളതാണ്. ഒരു മനുഷ്യനെ കൊണ്ട് വർണ്ണിച്ച് തീർക്കാൻ പറ്റാത്തതാണ് സുഖലോക സ്വർഗം. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് നിങ്ങൾക്ക് ഖുർആനിലെ സൂറത്തു താഹ ഒന്ന് ഓതി കൊടുക്കൂ. സ്വർഗ്ഗക്കാരെ മുന്നിൽ ദാവൂദ് നബി അലൈഹിസ്സലാം പ്രവാചകന്മാരിൽ നല്ല ശബ്ദമല്ല കൊടുത്തവരാണ്. അതാ ത്വാഹ സൂറത്തങ്ങ് ഓതി കേൾപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ സ്വർഗത്തിൽ പ്രവേശിച്ച സ്വാലിഹീങ്ങൾ ഹർഷപുളകിതരാകുന്നു. ഇന്ന് വരെ ഇത്രയും മനോഹരമായ ശബ്ദം കേട്ടിട്ടില്ല. അതാ രണ്ടാമത് അല്ലാഹു ചോദിക്കുകയാണ്, ഇതിനേക്കാൾ കേൾക്കാൻ ആസ്വാദകരമായ ശബ്ദം കേൾക്കണോ? സ്വർഗക്കാര് ചോദിക്കുകയാണ്, ഇതിനേക്കാൾ ആനന്ദമുള്ള ശബ്ദം ആരുടേതാണ്? വിളിക്കുന്നു, സയ്യിദുനാ അഷ്റഫുൽ ഖൽഖി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. നബിയേ, നിങ്ങൾ സൂറത്തു യാസീൻ ഒന്ന് ഓതി കേൾപ്പിക്കൂ. ലോകത്തിന്റെ നേതാവ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാസീൻ സൂറത്ത് അങ്ങ് ഓതി കേൾപ്പിക്കുന്നു സ്വർഗ്ഗക്കാരെ മുന്നിൽ.
ആ സമയം അതാ അവര് വല്ലാതെ ആനന്ദം കൊള്ളുന്നു. മൂന്നാമതും അല്ലാഹ് ചോദിക്കുന്നുണ്ട്, എന്നാൽ ഇതിനേക്കാൾ നല്ല ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കണോ? അല്ലാഹു അവരോട് സലാം ചൊല്ലുന്നു. ഈ വലിയ ഭാഗ്യം പാവപ്പെട്ട ഞങ്ങൾക്കും ഈ മാസത്തിന്റെ പോരിശ കൊണ്ട് ഖാജാ തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ. ഓ ഉമ്മമാരെ, ഉപ്പമാരെ, സുഹൃത്തുക്കളെ, ആ സ്വർഗം കിട്ടാനല്ല മഹാന്മാരെ ആഗ്രഹിച്ചത്, എന്നാൽ അല്ലാഹുവിനെ കാണാൻ. അല്ലാഹുവിനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ കടക്കണം. അപ്പോൾ ഇഹ്സാനുള്ള അമലുകൾ ചെയ്യണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മരിക്കുന്ന സമയത്ത് മൽഊന്റെ ചതിക്കാത്ത് മനദീമാനുറപ്പിത്ത് മദദ് റസൂലല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. അൽഹംദുലില്ലാഹ്, ഞാൻ ഈ സ്ഥാപനത്തിൽ പല പ്രാവശ്യങ്ങളിലായി വന്നിട്ടുണ്ട്. ധാരാളം പാവപ്പെട്ട സഹോദരന്മാർ, നമ്മെപ്പോലെയുള്ള ഒരുപാട് ആളുകൾ, പരിചാരകരില്ല, കൂട്ടുകുടുംബങ്ങളില്ല. ജീവിതത്തിൽ അതാ അവരുടെ ആയുസ്സിന്റെ സായാഹ്നത്തിലെത്തിയിട്ടുണ്ട്. അവർക്ക് റാഹത്തായി ഒന്ന് കിടക്കാൻ, ഭക്ഷണം കഴിക്കാൻ ഒരു ചെറിയ കുടിലില്ല, ഒരു വീടില്ല, കുടുംബവുമില്ല. അങ്ങനെ പ്രയാസപ്പെടുന്ന മനുഷ്യരെ കൊണ്ടുവന്ന് നമ്മളെപ്പോലെയുള്ള മാംസവും തൊലിയും നമ്മെപ്പോലെയുള്ള ശരീരമുള്ള മനുഷ്യർ, അവരെ ഇവിടെ കൊണ്ടുവന്ന് അവരുടെ പരിചരണം നമ്മുടെ ഉസ്താദുമാർ ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ സഹപ്രവർത്തകന്മാരെ ഏറ്റെടുത്തിരിക്കുകയാണ് വർഷങ്ങളായി. അൽഹംദുലില്ലാഹ്, അതിവിപുലമായി തന്നെ മനോഹരമായി വളരെ സന്തോഷത്തോടുകൂടി സ്ഥാപനം നടന്നു പോകുന്നു. നേരത്തെ സിബഗത്തുള്ള ഉസ്താദ് പറഞ്ഞില്ലേ, എങ്ങനെയാണെന്നറിയില്ല, വിനീതനായ ഞാനും അല്ലാഹുവിന്റെ ദീനി ഉലൂമിന്റെ ചെറിയൊരു സ്ഥാപനം നടത്തുന്നു. എല്ലാ മാസങ്ങളും അവസാന സമയമാകുമ്പോൾ സ്വന്തം സാലറി കിട്ടുമല്ലോ എന്നാണ് നിങ്ങളൊക്കെ ആലോചിക്കാറുള്ളതെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള പലരും അങ്ങനെയല്ല. സുബ്ഹാനല്ലാഹ്, ഇവിടെയുള്ളവർക്ക് സാലറി കൊടുക്കണമല്ലോ, സമയമായല്ലോ എന്നാണ് ചിന്തിക്കാറുള്ളത്. ഓ സുഹൃത്തുക്കളെ, ഈ സ്ഥാപനവും അങ്ങനെ സ്ഥിരമായി വരുമാന മാർഗങ്ങളൊന്നുമില്ലാതെ, എന്നാലും അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട്, ഖാജാ തങ്ങളെ പോലെയുള്ള മഹാന്മാരുടെ മദദ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയാക്കി നടത്താനുള്ള കഴിവ്, ശേഷി, പ്രാപ്തി ഇതിന്റെ സംഘാടകർക്ക് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തിനെ ഇന്ന് വരെ സഹായിച്ച, സഹകരിച്ച, നടത്തിപ്പിൽ മുന്നിൽ നിന്ന എല്ലാവർക്കും പകരം സ്വർഗം പ്രതിഫലം കൊടുക്കട്ടെ. അല്ലാഹ് അവർക്കെല്ലാം നീ 2 ലോക വിജയവും നൽകണം റഹ്മാനേ. പാവപ്പെട്ട മനുഷ്യരുടെ റൂമിലേക്കൊന്നു ചെന്നാൽ നമ്മളുടെ ഹൃദയം പൊട്ടിപ്പോകും. സുബ്ഹാനല്ലാഹ്, അതുപോലെ ഒരു അവസ്ഥ അല്ലാഹു നമുക്ക് നൽകാതിരിക്കട്ടെ. ഓ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അതുകൊണ്ട് ഇതുപോലെയുള്ള സംരംഭങ്ങളോട് നമ്മളെല്ലാ അർത്ഥത്തിലും അനുകമ്പയുള്ളവരാണ്.
എല്ലാ അർത്ഥത്തിലും നമ്മൾ സഹായിക്കുന്നവരാകണം, സഹകരിക്കുന്നവരാകണം എന്ന് സന്ദർഭോചിതമായി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിലില്ലേ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ പ്രയാസം അത് നീക്കിക്കൊടുക്കുന്നത് ഈ മദീന പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതാണ്. ലോകത്തിന്റെ നേതാവ് ഉറങ്ങുന്ന വിശ്രമിക്കുന്ന മസ്ജിദുൻ നബവി, അല്ലാഹു നമുക്ക് അവിടെ എത്താൻ തൗഫീഖ് നൽകട്ടെ. ആ മസ്ജിദുൻ നബവിയിൽ കയറണം, നിസ്കരിക്കണം, സ്വലാത്തു ചൊല്ലണം. റൗളത്തും മിൻ റിയാദിൽ ജന്നയിൽ വെച്ച് നമുക്ക് നിസ്കരിക്കണം. തങ്ങളെ മുന്നിൽ വിനയത്തോടെ താഴ്മയോടെ മനസ്സു നിറയെ മഹബത്തുമായി ചെന്ന് നിൽക്കണം. ഒരു സലാം അതബോടെ പറയണം. അവിടുത്തെ റഹ്മത്തിന്റെ നോട്ടം ലഭിക്കണം. അല്ലാഹു നമുക്ക് ജീവിതത്തിൽ പല പ്രാവശ്യങ്ങളിലായി അതിന് വിധി നൽകട്ടെ. സുഹൃത്തുക്കളെ, പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വാത്സല്യവും സ്നേഹവും നമുക്ക് ലഭിക്കാനുള്ള കാരണമാണ് പാവങ്ങളെ സഹായിക്കുക എന്നത്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അവസാനമായി ഒരു ചരിത്രം പറഞ്ഞ് പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ പറഞ്ഞു തന്ന ഒരു സംഭവം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്താൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ഈ മജ്ലിസിലേക്ക് നല്ല ഒരു സദഖ നൽകണം. അല്ലാഹ് ആരൊക്കെയാണോ ഈ മജ്ലിസിൽ സഹായങ്ങൾ നൽകുന്നത്, നീ അവർക്ക് 2 ലോക വിജയവും നൽകണം റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന റജുലൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടന്നൊരു മനുഷ്യൻ ഖിയാമത്ത് നാളിൽ അയാൾക്ക് കാണിക്കപ്പെടുന്നു നരകക്കാരെ. ഫയുനാദീഹി റജുലുൻ മിൻഹാ, സുബ്ഹാനല്ലാഹ്, നരകം അല്ലാഹു സ്വർഗ്ഗക്കാർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ കടന്ന മനുഷ്യനെ നരകത്തിൽ നിന്ന് ഒരു കക്ഷിയതാ വിളിക്കുന്നു. യാ ഫുലാൻ ഹൽ തഅരിഫുനി, ഓ സഹോദരാ നിങ്ങൾക്ക് എന്നെ അറിയുമോ? സ്വർഗ്ഗത്തിൽ എന്ന് വിളിച്ചു പറയുന്നില്ല, വല്ലാഹി ലാ അഅരിഫുക മൻ അൻത, അറിയില്ല നീ ആരാണ്. ഫയഖൂലു, നരകത്തിലുള്ള മനുഷ്യൻ പറയുന്നു, അനല്ലദീ, അതേ ഞാൻ. മറർത ഫിദ്ദുനിയാ യൗമൻ ഫസ്തഖൈതനി മാഅൻ ഫസഖൈതുക, ഞാൻ ദുനിയാവിലുള്ളപ്പോൾ ഞാൻ നല്ല മനുഷ്യനായിരുന്നു. അതേ നീ എന്റെ സമീപത്തിലൂടെ ഒരു ദിവസം പോയപ്പോൾ നീ എന്നോട് വെള്ളം കുടിക്കാൻ വെള്ളം തരുമോ എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ നിനക്ക് കുടിക്കാനുള്ള വെള്ളം തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ചോദിക്കുന്നു, എന്നെ മനസ്സിലായോ? ആ മനുഷ്യനോട് സ്വർഗ്ഗത്തിൽ കടന്ന മനുഷ്യൻ പറയുന്നു, മനസ്സിലായി. സുബ്ഹാനല്ലാഹ്. ഉടനെ ആ സ്വർഗ്ഗത്തിൽ കടന്ന മനുഷ്യൻ ഒരൊറ്റ പറച്ചിലാണ് അല്ലാഹുവിനോട്, ഓ റബ്ബേ, ഇന്നി ഖദ് അശ്റഫ്തു അലാ അഹ്ലിൻ നാരി ഫനാദാനി റജുലുൻ മിൻ അഹ്ലിഹാ. പടച്ചോനെ, നരകം കാണിച്ചു തന്നപ്പോ എന്നോട് അതിൽ നിന്ന് ഒരാൾ എന്നെ അറിയുമോ എന്ന് വിളിച്ചു ചോദിച്ചില്ലേ? ഞാൻ അദ്ദേഹത്തോട് ഇല്ല എന്ന് പറഞ്ഞല്ലോ അല്ലാഹ്. ആ സമയത്ത് അദ്ദേഹം എനിക്ക് ദുനിയാവിൽ നിന്ന് ദാഹജലം തന്ന മനുഷ്യനാണെന്ന് എന്നെ പരിചയപ്പെടുത്തി തന്നു. ഫശ്ഫഅലി ബിഹാ, അല്ലാഹ് സ്വർഗ്ഗത്തിൽ കടന്ന എനിക്ക് നരകത്തിൽ കിടക്കുന്ന മനുഷ്യനാണ് ദുനിയാവിൽ നിന്ന് കുടിക്കാൻ വെള്ളം
തന്നിരുന്നത്, ദുനിയാവിൽ നിന്ന് എനിക്ക് കുടിക്കാൻ വെള്ളം തന്നു എന്ന സൽക്കർമ്മം കാരണത്താൽ ആ മനുഷ്യന് ശഫാഅത്ത് ചെയ്യോ എനിക്ക് അനുവാദം തരണേ അല്ലാഹ്. ആ മനുഷ്യന് നീ നരകത്തിൽ നിന്ന് രക്ഷ കൊടുക്കുമല്ലോ. സുബ്ഹാനല്ലാഹ്. ഫയശ്ഫഉഹു അല്ലാഹു ഫീഹി ഫയുമറു ബിഹി ഫയഖ്റുജു മിനന്നാർ. ആ സ്വർഗ്ഗക്കാരന്റെ ശഫാഅത്ത് ആ നരകത്തിൽ കടന്നവനെ അല്ലാഹു സ്വീകരിച്ചു കൊടുത്ത് നരകത്തിൽ നിന്ന് വെള്ളം കൊടുത്ത മനുഷ്യനെ അല്ലാഹു രക്ഷപ്പെടുത്തുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.